Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നിലക്കടലയിലെ ഈ നിലക്കടലൻ്റെ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ സാധാരണ രീതിയിലല്ല, ഇതിൻ്റെ ക്രിസ്പിനെസ്സിലെ അത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഈ നിലക്കടല 1 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വറുത്തതൊന്നുമല്ല കേട്ടോ, പച്ച നിലക്കടലയാണ്. ഇതിനെ കപ്പലണ്ടി, അതുപോലെ തന്നെ നിരക്കടല, കടല, നമ്മുടെ നാട്ടിൽ പിന്നെ എല്ലാത്തിനും കടല തന്നെയല്ലേ പറയുന്നുള്ളത്. അല്ല സെപ്പറേറ്റ് ആയിട്ട് ഇത് നിലക്കടല അങ്ങനെയൊന്നും പറയലൊന്നുമില്ല. എല്ലാത്തിനും കടല എന്ന് പറയും. ഓരോന്നിനെ മറ്റേ മസാല പുരട്ടിയ കടല എന്ന് പറയും, പിന്നെ മറ്റേതിനെ നിരക്കടല, ഇതിനെ പറയൽ നിരക്കടലയെന്ന്. പിന്നെ വേറെ ടൈപ്പുള്ള ചണ്ണാതാളില്ലേ, അതിനെ വേറെ, അതും കടല തന്നെ, ചൂളി എടുക്കുന്ന കടല. പിന്നെ പട്ടാണിക്കടല, ഗ്രീൻ പീസിനൊക്കെ പട്ടാണിക്കടല, അങ്ങനെയൊക്കെയാണ് വെറൈറ്റി എല്ലാം കടല തന്നെ. അതിന് ഓരോരോ പേര് നമ്മൾ ഇട്ടിട്ട് വിളിക്കൂ, അത്രയേ ഉള്ളൂ. ഇതിനെ ഞാൻ ഒരു ഫ്രൈ പാനിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതാണ്. അല്ലാതെ നമ്മൾ ഇതിനെ ചൂളി കളയാതെയാണ് ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം കഴുകിയതിന് ശേഷം മാത്രം നമ്മൾക്ക് ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് സാവധാനം നമ്മൾക്ക് ഇതിനെ വറുത്തെടുക്കാം. ഇത് കുറേ ടൈമൊന്നും വെക്കണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം വെക്കുമ്പോൾ തന്നെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വറുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് 2 ഫ്രൈ പാന് അപ്പുറത്തിപ്പുറത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടിലായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാമെന്നുള്ളത്. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കും, അപ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ട് വരുന്ന സൗണ്ട് കേൾക്കാം. അപ്പോഴേക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാമെന്ന്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ തോലൊക്കെ സ്കിന്നൊക്കെ ഇതുപോലെ കളയാൻ പാടുള്ളൂ. ഇത് എളുപ്പത്തിൽ കളയുന്ന ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഇത് കളയാനുള്ള മടി കൊണ്ട് ആൾക്കാർ കൂടുതലും നോർമൽ നമ്മളുടെ റോസ്റ്റഡ് ചന്നാതാളില്ലേ, അതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കടലപ്പം ആക്കിയിട്ട് കടല കാച്ച ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എളുപ്പ വഴി. ഇതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് റിമൂവ് ആക്കാനുള്ള വഴിയാണ് ഇത്. അപ്പോൾ സ്കിന്നൊക്കെ എളുപ്പത്തിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓരിക്കെട്ടും. കണ്ടില്ലേ, 3/4 ഭാഗവും ഇതിന് പോയി കെട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കയ്യിൽ 2 കൈയോടെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതും കൂടി പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ എളുപ്പമല്ലേ നമ്മൾക്ക് ഈ കടലൻ്റെ സ്കിന്ന് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കട്ടാ. ഇത് പെരുന്നാക്കൊക്കെ പൊരിക്കുന്ന ആ ടൈപ്പിലാണ് കേട്ടോ ഞാൻ ഇതിനെ പൊരിച്ചെടുക്കുന്നുള്ളത്. 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച 2 കപ്പ് പച്ചരിയാണ് കേട്ടോ ഇത്. അതിന് 2 മുട്ടയും 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇതിനെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആദ്യം ഞാൻ ഒരു 8-10 ഏലക്ക മുഴുവനായിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിനും കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് മുഴുവനായിട്ടും ഈ അരിനെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് ചെറിയ തേങ്ങ 1/2 കപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ് ഈ അപ്പത്തിന് കിട്ടുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട ഞാൻ ആദ്യം പൊട്ടിച്ചിട്ട് നോക്കിയാണ് എന്തൊക്കെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് സെപ്പറേറ്റ് ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ വേറൊന്ന് ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മധുരം കൂടി വേണം ഇതിലേക്ക്, അപ്പോൾ ഇതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇതിലേക്ക് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, നല്ലോണം ലൂസായി പോകണ്ട കേട്ടോ. ഇത് പാകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മളുടെ മാവ് ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. കുറച്ച് ഇതുപോലെ ലൂസായിട്ട്
ആയിട്ടിരിക്കണം ഇതിൻ്റെ മാവ്. എന്നിട്ട് നമ്മൾക്ക് ഈ കടലിനെ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ കടല കാച്ചുന്ന റെസിപ്പിയില്ലേ കടലപ്പത്തിൻ്റെ അതേ ടെൻഡൻസി തന്നെ ഇതുപോലെ കാഷ്യൂനട്ടും സെയിം മാവിൽ തന്നെ പൊരിച്ചെടുക്കാറുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കുന്നവർക്ക് അല്ലാത്തവർക്ക് അങ്ങനെ തന്നെയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ, അപ്പോൾ നല്ല പോലെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിക്കോളും. അങ്ങനെ കാഷ്യൂനട്ടൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാതെയാണ് എടുക്കുന്നതെങ്കിലും ഇത് ഒരു സൈഡ് മൊരിഞ്ഞിട്ടിയാൽ മറ്റേ സൈഡ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾക്ക് ഈ കടലാച്ചത് റെഡിയായി കിട്ടിയില്ലേ. കടലപ്പം നിലക്കടല ഫ്രൈ ആക്കിയതാണ് ഇത് പൊരിച്ചെടുത്തത്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പച്ചരി വെച്ചിട്ട് നിങ്ങളും ഒന്ന് പൊരിച്ചെടുത്തിട്ട് നോക്ക്. പിന്നെ ഇന്ന് നമ്മൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ പെരുന്നാളിനൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ആങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവന് കടല കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ആക്കാൻ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഇരിക്കട്ടെ എന്ന് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുള്ളത്. അപ്പോൾ വലിയ പെരുന്നാളിനായാലും നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കൊറിക്കാനൊക്കെ വേണ്ടുന്ന മക്കളൊക്കെ ഉണ്ടാകുന്ന വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മക്കളും ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഇത് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാനും പറ്റും. ഇതിലേക്ക് ഷുഗർ ഒഴിവാക്കിയാൽ മാത്രം മതി, ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കേ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.